എന്താണ് IVF? ഒരു ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത ചികിത്സയിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വന്ധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരു കപ്പിൾ നോർമലായിട്ട് ട്രൈ ചെയ്യുന്നു, ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് ഒരു വർഷമായിട്ടും കുഞ്ഞാവുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇൻഫെർട്ടിലിറ്റിയിൽ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, IUI പോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ലാപ്രോസ്കോപ്പി കീഹോൾ സർജറി ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് ART, ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ അതിൽപ്പെടുന്ന IVF പോലെ ട്രീറ്റ്മെൻറ്റുകൾ. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അത് IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ അത് കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമുക്ക് അതിനകത്ത് കണ്ടെത്താനായിട്ട് പറ്റും. കാര്യം അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വൈഫിന് ഒരു ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അണ്ടം എടുക്കുന്ന എഗ് കളക്ഷൻ പ്രൊസീജിയറിലൂടെ എഗ് എടുത്ത് ഹസ്ബൻഡ് സ്പേമുമായിട്ട് അത് യോജിപ്പിച്ച് ആ യോജിപ്പിക്കുന്ന പ്രൊസീജിയറാണ് ICSI. ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ എഗ്ഗിനകത്തേക്ക് ഒരു സ്പേം ഇഞ്ചെക്ട് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ICSI എന്ന് പറയുന്നത്. ICSI അല്ലെങ്കിൽ IVF, അങ്ങനെ രണ്ട് രീതിയിലാണ് എഗ്ഗും സ്പേമും നമ്മൾ യോജിപ്പിക്കുന്നത്. അത് യോജിപ്പിച്ച് കിട്ടുന്ന ആ ഭ്രൂണം ഗർഭത്തിനകത്തേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ള പ്രൊസീജിയറിലൂടെ ചെയ്യുന്നു. ഈ പടത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ ആ സ്പേം, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേം എടുത്ത് ആ എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലൂടെ ഫെർട്ടിലൈസേഷൻ കുറേ കൂടെ കൂടാനും അതിനകത്ത് പോസിറ്റീവ് വരാനുള്ള സാധ്യതകളും കുറേ കൂടെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ICSI പോലത്തെ പ്രൊസീജിയേഴ്സിൽ അതിനകത്ത് ഒരു സ്പേം ആണ് നമ്മൾ ആ എഗ്ഗിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ IVF എന്നുള്ള പ്രൊസീജിയറിൽ ഒരു എഗ്ഗിന് ചുറ്റും നമ്മളൊരു കുറച്ച് അധികം സ്പേംസ് മിക്സ് ചെയ്ത് നോർമലായിട്ട് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്പേം ഓട്ടോമാറ്റിക്കലി ഫെർട്ടിലൈസ് ചെയ്യുന്നതിനാണ് IVF. അതായത് ഒരു എഗ്ഗിനെയും സ്പേമിനെയും തമ്മിൽ യോജിപ്പിച്ച് ഭ്രൂണമാക്കുന്നതിൻ്റെ രണ്ട് രീതികളാണ് ICSI ട്രീറ്റ്മെൻറ്റും IVF ട്രീറ്റ്മെൻറ്റും. കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് ICSI ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അത് കുറേ കൂടെ പേഷ്യൻസിന് വിജയശതമാന സാധ്യത കുറേ കൂടെ അതിനകത്ത് കൂട്ടാം. ഇപ്പോൾ കുറേ കൂടെ കാരണങ്ങൾ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇപ്പോൾ എഗ്ഗിൻ്റെ പ്രോബ്ലം കൊണ്ടാണോ അല്ലെങ്കിൽ സ്പേമിൻ്റെ കാര്യം. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ICSI ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഹസ്ബൻഡിന് സ്പേം കൗണ്ട് വളരെ കുറവാണ്, അല്ലെങ്കിൽ അസോസ്പെർമിയ പോലെ ട്രീറ്റ്മെൻറ്റുകളാണ്, പോലത്തെ കണ്ടീഷനാണെങ്കിൽ നമുക്ക് കുത്തിയെടുത്ത് ടെസ്റ്റിസിനകത്ത് നിന്ന് മണികളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ച് ആ സ്പേം ഇപ്പോൾ ഒരു സ്പേമോ രണ്ട് സ്പേമോ കിട്ടുന്നെങ്കിൽ പോലും അത് നമുക്ക് എഗ്ഗിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ICSI ട്രീറ്റ്മെൻറ്റിലൂടെ ഇഞ്ചെക്ട് ചെയ്ത് പോസിറ്റീവ് ആകാനുള്ള സാധ്യത അതിനകത്ത് ഉണ്ട്. ഈ IVF ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് 1978-ലാണ്. അതുവരെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കുറേ കൂടെ കുറവായിരുന്നു. പക്ഷേ 1992-ൽ ICSI പോലെ ട്രീറ്റ്മെൻറ്റുകൾ വന്നപ്പോൾ കുറേ കൂടെ വിജയശതമാന സാധ്യത കൂടി. അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ഒരു വന്ധ്യത കപ്പിളിന് കുറേ കൂടെ പോസിറ്റീവ് വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്.